നമുക്കെല്ലാവർക്കും ആദാമിന്റെയും ഹവ്വയുടെയും കഥ അറിയാമെന്ന് നമ്മൾ വിചാരിക്കും, അല്ലേ? എന്നാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം അവർക്ക് ശരിക്കും എന്ത് സംഭവിച്ചു? ബൈബിളിലൊന്നും കാണാത്ത ഒരു പുരാതന ഗ്രന്ഥത്തിൽ ആ കഥയുണ്ട്. അവരുടെ കഷ്ടപ്പാടുകളുടെയും അതിജീവനത്തിന്റെയും കഥ. നമുക്ക് മറന്നുപോയ ആ അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അപ്പോൾ ഇതാണ് ആ വലിയ ചോദ്യം. ആദാമിന്റെയും ഹവ്വയുടെയും ആദ്യ പുസ്തകം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം നമ്മൾ ആരും കേട്ടിട്ടില്ലാത്തൊരു ലോകമാണ് കാണിച്ചു തരുന്നത്. ദുരിതങ്ങൾ, മാനസികമായ പോരാട്ടങ്ങൾ, പിന്നെ വലിയ നഷ്ടബോധം, ഇതൊക്കെ നിറഞ്ഞതായിരുന്നു അവരുടെ പുതിയ ജീവിതം. നമ്മൾ ഈ കേൾക്കാൻ പോകുന്ന അവിശ്വസനീയമായ കഥയുടെ ഉറവിടം വിശുദ്ധ ബൈബിളിൽ നിന്നല്ല. അപ്പോ ഇത്രയും നാടകീയമായൊരു വിവരണം എന്തുകൊണ്ടായിരിക്കും ഔദ്യോഗിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്? ഉത്തരം അതിന്റെ ഉത്ഭവത്തിൽ തന്നെയുണ്ട്. ഈ പുസ്തകം സ്യൂഡെപിഗ്രാഫ എന്നൊരു വിഭാഗത്തിലാണ് വരുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഇതിൽ പറയുന്ന എഴുത്തുകാരനായിരിക്കില്ല യഥാർത്ഥത്തിൽ ഇത് എഴുതിയത്. അതുകൊണ്ടുതന്നെ പല പണ്ഡിതന്മാരും ഇതിനൊരു ചരിത്രരേഖ എന്നതിലുപരി ശക്തമായൊരു ഭാവനാ സൃഷ്ടിയായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ബൈബിളിൽ ഉൾപ്പെടുത്താത്തതിന്റെ പ്രധാന കാരണവും ഇതുതന്നെയാവാം. അപ്പോൾ ഈ പുസ്തകത്തിന് ശരിക്കും പറഞ്ഞാൽ വലിയൊരു യാത്രയുടെ കഥയുണ്ട്. ഏകദേശം BC 200-നും 300-നും ഇടയിൽ അറബിയിൽ എഴുതപ്പെട്ട ഈ കഥ പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എത്യോപ്യൻ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. അവസാനം 1927-ൽ ദ ഫൊർഗോട്ടൻ ബുക്സ് ഓഫ് ഈഡൻ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ പുരാതന കഥ ആധുനിക ലോകത്തിന് മുന്നിലേക്ക് എത്തുന്നത്. ഇനി നമ്മൾ ശരിക്കും കഥയിലേക്ക് കടക്കുകയാണ്. ഏദൻ തോട്ടത്തിന്റെ വാതിലുകൾക്ക് പുറത്തുള്ള ആ ലോകത്തേക്ക്. നാടുകടത്തപ്പെട്ട ആദാമിനെയും ഹവ്വയെയും കാത്തിരുന്നത് എന്തൊക്കെയായിരിക്കും? അവർക്കൊട്ടും പരിചയമില്ലാത്ത ആ ലോകം എങ്ങനെയായിരിക്കും? ഈ സ്ലൈഡ് നോക്കിയാൽ മതി അവരുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു ഷോക്കിംഗ് വ്യത്യാസം മനസ്സിലാക്കാൻ. തോട്ടത്തിൽ അവർ പ്രകാശമുള്ള ദൈവീക രൂപങ്ങളായിരുന്നു. വിശപ്പോ ദാഹമോ ഇല്ല. എന്നാൽ പുറത്തെത്തിയപ്പോൾ അവരുടെ ശരീരം സാധാരണ മനുഷ്യരുടേതുപോലെയായി. ഭക്ഷണവും വെള്ളവും ആവശ്യമായി വന്നു. ഏദനിൽ എപ്പോഴും പ്രകാശമായിരുന്നു, രാത്രിയില്ലായിരുന്നു. പക്ഷേ പുറത്തവരെ കാത്തിരുന്നത് പേടിപ്പെടുത്തുന്ന ഇരുട്ടായിരുന്നു. അവരുടെ പുതിയ വീടോ ഒരു ഗുഹ. അതിന്റെ പേരാണ് ഏറ്റവും വലിയ വിരോധാഭാസം, നിധികളുടെ ഗുഹ. ആദാമിന്റെ ഈ വാക്കുകൾ കേട്ടാൽ മതി ആ ഒരു വേദന മനസ്സിലാക്കാൻ. ഏദൻ തോട്ടത്തിലെ ആ പ്രകാശവും ഈ ഗുഹയിലെ തടവറ പോലുള്ള ഇരുട്ടും തമ്മിലുള്ള വ്യത്യാസം അവരെ എത്രമാത്രം തളർത്തിയിട്ടുണ്ടാവുമെന്ന് ഊഹിക്കാമല്ലോ. ആ നഷ്ടബോധം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ ഈയൊരു അവസ്ഥയിലും അവരെ പൂർണ്ണമായി കൈവിട്ടിരുന്നില്ല. ദൈവം അവർക്ക് ആശ്വാസമായി 3 കാര്യങ്ങൾ ദൂതന്മാർ വഴി അയച്ചു കൊടുത്തു. അവരുടെ ഗുഹയിലെ ഇരുട്ടിൽ വെളിച്ചം നൽകാൻ സ്വർണ്ണ കമ്പികൾ, അവർക്ക് നഷ്ടപ്പെട്ട ആ ദൈവിക സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കാൻ കുന്തിരിക്കം, പിന്നെ ഭാവിയിൽ വരാനിരിക്കുന്ന കഷ്ടപ്പാടുകളുടെ അടയാളമായി മീറയും. അപ്പോ ശാരീരികമായ കഷ്ടപ്പാടുകൾ ഒരു വശത്ത്. പക്ഷേ അത് മാത്രമായിരുന്നില്ല അവരുടെ പോരാട്ടം. അവരുടെ പഴയ ശത്രു സാത്താൻ അവരെ മാനസികമായി തളർത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സാത്താന്റെ തന്ത്രം വളരെ ക്രൂരമായിരുന്നു. അതൊരു പാറ്റേൺ പോലെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം ഒരു പ്രകാശദൂതന്റെ രൂപത്തിൽ വന്ന് ഏദൻ തോട്ടത്തിലേക്ക് തിരികെ കൊണ്ടുപോകാമെന്ന് വ്യാജ വാഗ്ദാനം നൽകും. അവരുടെ ദുഃഖത്തെയും നിസ്സഹായതയും മുതലെടുത്ത് അവരെ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിക്കും. പക്ഷേ എല്ലാ തവണയും അവസാന നിമിഷം ദൈവം ഇടപെടുത്ത് അവരെ രക്ഷിക്കുമായിരുന്നു. അപ്പോൾ ഇത് വെറുതെ അവരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ഇതിന്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആദാമിനെയും ഹവ്വയെയും കൊണ്ട് ദൈവത്തെ തള്ളിപ്പറയിക്കുക. അങ്ങനെ സംഭവിച്ചാൽ ഈ ഭൂമി മുഴുവൻ സാത്താന്റെയും അവന്റെ കൂട്ടാളികളുടെയും സ്വന്തമാകും. അതായിരുന്നു അവന്റെ ഗെയിം പ്ലാൻ. ഇങ്ങനെയുള്ള ഈ കഷ്ടപ്പാടുകൾക്കും പരീക്ഷണങ്ങൾക്കുമിടയിൽ അവരെ പിടിച്ചു നിർത്താൻ ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം അവർക്ക് നൽകിയ ഒരു ശക്തമായ ഉടമ്പടി, ഒരു പ്രോമിസ്. ആ വാഗ്ദാനം നിറവേറാനെടുക്കുന്ന സമയം എത്രയാണെന്നോ? 5500 വർഷം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആദ്യം ആദാം കരുതിയത് ഇത് വെറും 5.5 ദിവസമാണെന്നാണ്. പക്ഷെ സത്യം മനസ്സിലായപ്പോൾ എന്തുമാത്രം അവർ തകർന്നു പോയിട്ടുണ്ടാകും. ആ വാഗ്ദാനം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഒരുനാൾ ദൈവം തന്നെ മനുഷ്യനായി അവരുടെ വംശത്തിൽ ജനിക്കുമെന്നും അവർ ആ ഗുഹയിൽ അനുഭവിച്ച അതേ ഇരുട്ടും വേദനയും താനും അനുഭവിക്കുമെന്നും വാക്കു നൽകി. അവരുടെ കഷ്ടപ്പാടിൽ പങ്കുചേരുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനമായിരുന്നു അത്. ഈ ഒരു ഘട്ടം മുതലാണ് അവരുടെ കഥ മാറുന്നത്. അവർ വെറും തകർന്നടിഞ്ഞ മനുഷ്യരല്ല, മറിച്ച് മനുഷ്യരാശിയുടെ തന്നെ സ്ഥാപകരായി മാറുകയാണ്. അവർക്ക് എല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു, ലോകത്തിലെ ആദ്യത്തേത്. ഒന്ന് ഓർത്തുനോക്കൂ, അവർക്കെല്ലാം ആദ്യത്തെ അനുഭവമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി സൂര്യോദയം കണ്ടപ്പോൾ അത് തങ്ങളെ നശിപ്പിക്കാൻ വരുന്ന തീയാണെന്ന് അവർ പേടിച്ചു. കല്ലുകൾ കൂട്ടിവെച്ച് ആദ്യത്തെ ബലിപീഠമുണ്ടാക്കി സ്വന്തം രക്തം ബലിയായി അർപ്പിച്ചു. ഒരു മാലാഖയാണ് അവരെ ചെമ്മരിയാടിന്റെ തോലുകൊണ്ട് വസ്ത്രം തുന്നാൻ പഠിപ്പിച്ചത്. ഒടുവിൽ ഹവ്വ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയപ്പോൾ
അവർ ഈ ലോകത്തിലെ ആദ്യത്തെ കുടുംബമായി. അവരുടെ ആദ്യത്തെ കുട്ടികൾ ഇരട്ടകളായിരുന്നു, കയീനും ലുലുവും. ഈ പേരുകളുടെ അർത്ഥം ശ്രദ്ധിച്ചാൽ നമുക്ക് കഥയുടെ ഒരു സൂചന കിട്ടും. കയീൻ എന്ന വാക്കിന് വിദ്വേഷിയെന്നും ലുലുവിന് സുന്ദരിയെന്നും മനുഷ്യകഥയിലേക്ക് വെറുപ്പും സൗന്ദര്യവും ഒരുമിച്ച് ജനിക്കുകയായിരുന്നു. അങ്ങനെ 223 ദിവസത്തെ അതികഠിനമായ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇരുട്ടിനെയും വിശപ്പിനെയും സാത്താന്റെ വഞ്ചനകളെയും അതിജീവിച്ചതിനു ശേഷം ദൂതന്മാരുടെ നിർദ്ദേശപ്രകാരം അവർ വിവാഹിതരായി. അതായിരുന്നു മനുഷ്യസമൂഹത്തിന്റെ ഔദ്യോഗികമായ തുടക്കം. അപ്പോൾ ഈ ഒരു നഷ്ടപ്പെട്ട കഥ നമ്മളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതം നിർവചിക്കപ്പെടുന്നത് പർദീസയുടെ ഓർമ്മകളിൽ മാത്രമല്ല, നമ്മൾ അതിജീവിക്കുന്ന കഷ്ടപ്പാടുകളിലൂടെയും കൂടിയാണ്. എന്താ നിങ്ങൾക്കും തോന്നുന്നത്? ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ചോദ്യമാണിത്, അല്ലേ?